ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ മത്സരം നമ്മുടെ പഞ്ചാബ് വേഴ്സസ് ലക്നോ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഒരുപാട് ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ Dream11 അല്ലെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കളിച്ച് ലോസിലായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്ന ഒരു കിഡിലൻ ട്രിക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരം 13ാമത്തെ മത്സരമാണ്. മത്സരം നടക്കുന്നത് ഏപ്രിൽ 1 തീയതി കൃത്യം 7:30 നമ്മുടെ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയം, നമ്മുടെ ലക്നൗവിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്ത് ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ടിപ്സും ട്രിക്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് ഫാസ്റ്റ് ബൗളേഴ്സിന് നല്ല അസിസ്റ്റൻസ് ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ബൗൺസ് ആവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു അസിസ്റ്റൻസ് ഫാസ്റ്റ് ബൗളേഴ്സിന് ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടെയാണ്. ദെൻ അതുപോലെ തന്നെ ബിഗ് ബൗണ്ടറീസ് ആണ്. ബിഗ് ബൗണ്ടറീസ് ആണ് ടു ബാറ്റ്സ്മാൻ ടു ക്ലിയർ ടോപ്സ്. ചില സമയത്ത് അത് ഹെൽപ്ഫുൾ ആവും. തന്നെ അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഇവിടെ നല്ല റോളുണ്ട്. പിച്ച് സ്ലോ ഡൗൺ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ സ്പിന്നേഴ്സിനെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മത്സരത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇതിനെ അതുപോലെ തന്നെ വെതർ കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും മത്സരത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഈക്വൽ സപ്പോർട്ടായിരിക്കും. കൂടുതലും കുറച്ചുകൂടെ നന്നായി ബാറ്റിംഗ് റൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ആണ് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ബൗളേഴ്സിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫാസ്റ്റ് ബൗളേഴ്സിനാണ്. ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും. ബോൾ ബൗൺസ് ആവുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബോൾ ബൗൺസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ക്യാച്ച് പോകത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഔട്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ബിഗ് ബൗണ്ടറീസ് ആണ്. ബിഗ് ബൗണ്ടറീസ് എന്നുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബൗണ്ടറീസ് ആകുന്ന സമയത്ത് എന്താ ഈ പറഞ്ഞ പോലെ ക്യാച്ച് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കുറച്ച് ബാറ്റിംഗ് കുറച്ച് ടഫായിരിക്കും. പക്ഷെ എന്നാൽ കൂടെ ഓക്കെ അതായത് ഫുള്ള് ബൗണ്ടറി ലോങ് ആയിരിക്കില്ല. അപ്പോൾ ബാക്കിൽ അടുത്തായിരിക്കും, ലെഫ്റ്റ് റൈറ്റ് സൈഡോ കുറച്ച് അടുത്തായിരിക്കും. അങ്ങനത്തെ കുറച്ച് ആ പിച്ചിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയാം. കാരണം ഒരു ഗ്രൗണ്ടിൽ 3 പിച്ച് ഉണ്ടാവും. സോ അപ്പോൾ ഇതിലെ ഏത് പിച്ച് ചൂസ് ചെയ്യാൻ അനുസരിച്ചിട്ടായിരിക്കും ബൗണ്ടറി ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ അത് ലൈനിൽ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഏതാ പിച്ച് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗ്രൗണ്ടിൽ 3-4 പിച്ചുകൾ ഉണ്ടാവും. സോ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഓവറോൾ 13 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. അതിൽ 165 റൺസാണ് ആവറേജ് സ്കോറായിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് 7 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് 6 പ്രാവശ്യമാണ് വിൻ ചെയ്ത്. ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്യണം സെക്കൻഡ് ചെയ്യുന്നതിലൊന്നും ഇവിടെ വലിയ പ്രാധാന്യമില്ല. അതുപോലെ തന്നെ സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് 150 റൺസിൻ്റെ മുകളിൽ ഏകദേശം 4 മത്സരങ്ങൾ പോയിട്ടുണ്ട്. ദെൻ 160 റൺസിൻ്റെ അടുത്ത് വരെ 150 to 169 വരെ 3 മത്സരങ്ങളും, അതുപോലെ തന്നെ 170 to 189 2 മത്സരങ്ങളും, അതുപോലെ തന്നെ എബോവ് 190 4 മത്സരങ്ങളും പോയിട്ടുണ്ട്. അപ്പം നല്ല റൺസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ 13 മത്സരങ്ങളിൽ 106 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും 63 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഒരു മത്സരത്തിൽ ഒരു 2 ഇന്നിങ്സിനും കൂടെ ഒരു 20 വിക്കറ്റ് പോവുകയാണെന്ന് ഇരുന്നോട്ടെ. ഈ 20 വിക്കറ്റിൽ ഏകദേശം 6 വിക്കറ്റോളം ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ 4 വിക്കറ്റ് സ്പിൻ ബൗളേഴ്സ് എടുക്കത്തുള്ളൂ. സോ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതന്നെ അതുപോലെ തന്നെ H2 സ്റ്റാറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചാബും LST തമ്മിൽ വേറെ 4 മാച്ച് ഏറ്റുമുട്ടിയുള്ളൂ. അതിൽ പഞ്ചാബ് 1 പ്രാവശ്യം LST 3 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. 2 ടീമും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രോങ് തന്നെയാണ്. LSTയിൽ പ്രോബബിളി 11 നോക്കിക്കഴിഞ്ഞാൽ മാർക്കം, അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, നിക്കോളസ് പൂറൻ, ദെൻ ഋഷഭ് പന്ത്, ഡേവിഡ് മില്ലർ, ആയുഷ് ബദോനി, അബ്ദുൽ സമാദ്, അതുപോലെ തന്നെ ഷേർദുൽ താക്കൂർ, പ്രിൻസ് യാദവ്, ദെൻ അതുപോലെ തന്നെ ദിഗ്വേഷ് റാത്തി, അതുപോലെ തന്നെ ആവേശ് ഖാൻ, രവി വിഷ്ണു, ഇത്രയും പേരാണ് നമ്മളെ LSTയിലുള്ള പ്ലെയേഴ്സ്. ഇനിയിപ്പം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മണിമാര സിദ്ധാർത്ഥ്, പിന്നെ ഹിമാത് സിംഗ്, ഷബാസ് അഹമ്മദ്, ആകാശ് മഹാരാജ് സിംഗ്, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ആരാന്ന് നമുക്ക് ലൈന് പോന്നാൽ ഏകദേശം ഒരു പിടിയെങ്കിലും കിട്ടത്തുള്ളൂ. ദെൻ അതുപോലെ തന്നെ പഞ്ചാബിൽ പ്രോബബ്ലി നോക്കിക്കഴിഞ്ഞാൽ പ്രിയാൻഷ ആര്യ, പിന്നെ അതുപോലെ തന്നെ സിമ്രാൻ സിംഗ്, അതുപോലെ ശ്രേയസ് അയ്യർ, മാർക്കസ് ടോണിസ്, ഒംറാസെ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ, ശശാങ്ക് സിംഗ്, മാർക്കോ ജെയിൻസൺ, സുയന ഷെഡ്ജോ, ഇതാരാ പുതിയ പ്ലെയറാണല്ലോ.
അർഷദീപ് സിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ചഹാൽ, അതുപോലെ വിജയ് കുമാർ വൈശാഖ്, ഇത്രയും പേരാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നഹേൽ വധേര, അതുപോലെ നമ്മുടെ പ്രവീൺ ദുബൈ, വിജയ് കുമാർ വൈശാഖ്, ഹർപ്രീത് ബാർ, അതുപോലെ തന്നെ വിഷ്ണു വിനോദൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരു ടീമുകളിലും നല്ല രീതിയിൽ ആവറേജും അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലെയേഴ്സിനെ പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടി ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിലൊരു പറഞ്ഞല്ലോ, നിങ്ങൾ ഡ്രീം ഇലവനിലോ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ കളിച്ച ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള സംഭവം അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ അത് പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ കളിക്കുന്ന പോലെ തന്നെ ഞാനിവിടെ ഡ്രീം ഇലവനിൽ കളിക്കാറുണ്ട്. ഡ്രീം ഇലവൻ കളിക്കുന്ന പോലെ നമ്മുടെ കുബേര ഫാൻറ്റസി ഒന്ന് കളിച്ചു 128 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 56 രൂപ കിട്ടുള്ളൂ, 42 രൂപ ലോസായി. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീം തന്നെയായിരുന്നു. എനിക്ക് വലിയ നമ്മുടെ വൈസ് ക്യാപ്റ്റൻ മാത്രമേ ക്ലിക്ക് ആവാത്തുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം ഓക്കെ ടീമായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഡ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഞാൻ ഏകദേശം 3 രൂപ 6 രൂപ 3 രൂപ 6 രൂപ 12 രൂപ 18 രൂപ 19 രൂപ മാക്സിമം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഒരേ ഒരു 59 രൂപയുടെ കോൺടെസ്റ്റാണ്. ബാക്കി എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ 50 രൂപയുടെ താഴെ ഒക്കെ ഓരോന്നോരോന്ന് വെച്ചിട്ട് കയറിയിട്ടുള്ളത്. കണ്ടില്ലേ? കണ്ടോ? എനിക്ക് കിട്ടിയ 605 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവോ പ്രോ ഉണ്ട്, 3 രൂപ 4 രൂപ 5 രൂപ ഇങ്ങനെയൊക്കെ വെച്ച് ജോയിൻ ചെയ്തിട്ട് 8 രൂപ മാക്സിമം ഒരെണ്ണം 39 പോയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ 367 രൂപയാണ്. ദെൻ ഇത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഡ്യുവോ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഒരു മാച്ചിൽ കളിക്കാൻ നമുക്കിവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 5 പ്ലെയേഴ്സ് ഉള്ളൊരു ഇതാണ്. ഇപ്പോൾ നമ്മുടെ രോഹിത് ശർമ്മ, ഡി കോക്ക്, സൂര്യകുമാർ യാദവ്, രഹാനെ, അതുപോലെ തന്നെ തിലക് വർമ്മ, ഇത്രയും പേരാണുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ ആര് നന്നായി കളിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഡി കോക്കിനെ ഇട്ടു, ജോയിൻ ചെയ്തു, സിമ്പിളായി. ഇനിയിപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരാൾ കൂടെ വരും, ഡി കോക്ക് അല്ലാത്ത ഒരാളായിട്ട് വരും. ഇതിപ്പോൾ നോക്കിയോ, നമ്മൾ പിക്ക് ചെയ്ത് ഡി കോക്ക്, ഓപ്പോസിറ്റ് രോഹിത് ശർമ്മ വന്നു. നമ്മൾ പിക്ക് ചെയ്ത ഡി കോക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് നമ്മൾ വിന്നായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറഞ്ഞാൽ സിമ്പിളായിട്ട് പറ്റും. ഈ ഡ്യുവോ പ്രഡിക്ഷന് നമ്മുടെ ചാനലിലൂടെ തരുന്നുണ്ട്. സോ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, മാച്ച് തുടങ്ങുന്നതിന് 1/2 മണിക്കൂർ മുന്നേ ഇതിൽ മാത്രം ഒന്ന് ജോയിൻ ചെയ്താൽ മതി. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ ഡി കോക്കിനെ എടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വേറെ ഈ ബൗളേഴ്സിൽ ഒരാളെ കൂടെ എടുക്കുക. അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ വരുൺ ചക്രവർത്തിയും ഡി കോക്കും ഒരു കോംബോ ആണ്. സോ ഞാൻ ആ ഒരു കോംബോ ആയിട്ട് മുന്നോട്ട് പോയി ഡി കോക്ക് വരുൺ ചക്രവർത്തി. ഇനി നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലെ വേറൊരു കോംബോ വരും. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ആളെ 2 പ്ലേയേഴ്സും ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത് 2 പ്ലേയേഴ്സിൻ്റെയും കൂടെ പോയിന്റ്സ് കൂട്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത് ആരെന്ന് വെച്ചാൽ അവർ പിന്നെ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സംഭവമാണ്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സ്പോർട്ടസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിലും ഇതേ സംഭവം തന്നെയാണ്. എന്നാലും ഞാൻ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ, കാര്യമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് 1 രൂപയുടെ കോൺടെസ്റ്റ് അടക്കം കളിച്ചിട്ട് എനിക്ക് ഇവിടെ 2 രൂപ പ്രോഫിറ്റാണ് കിട്ടിയത്. ഇപ്പോൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ നമ്മൾ കുബേരയിൽ കളിച്ച ആ സെയിം ടീമൊക്കെ ഇട്ടിട്ട് തന്നെ ഇവിടെയും കളിച്ച്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പോയിന്റ്സ് കയറുകയും ചെയ്തു. 2 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടി. 2 രൂപയുടെ പ്രോഫിറ്റ് കാര്യം പറയാനല്ല വന്ന്. പോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ പോപ്പ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുബേര ഡ്യുവോ കണ്ടില്ലേ, 5 പ്ലെയേഴ്സ് ഉണ്ടാകും. നമുക്ക് ഒരാളെ ചൂസ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. ആ ഒരു സെയിം സംഭവം തന്നെയാണ്. ഏകദേശം ഒരു 234 രൂപ ഇട്ടു, 530 രൂപ വിൻ ചെയ്തു, 296 രൂപ പ്രോഫിറ്റ്. ഇതിലും 15 രൂപ 34 രൂപ 15 രൂപ 45 രൂപ 4 രൂപ 6 രൂപ 2 രൂപ അങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇത്രയും പ്രോഫിറ്റ് ഞാൻ ഏൺ ചെയ്യുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പോപ്പ് പോലെ ഒരു സംഭവം നമുക്ക് കളിക്കാൻ പറ്റുന്ന വേറൊരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ചോയ്സ് 11. ഇതിൽ ഞാൻ പറഞ്ഞ 2 ആപ്ലിക്കേഷനെക്കാട്ടിലും കൂടുതൽ നമുക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ അത്രയും സിമ്പിളായിട്ടുള്ള വേറെ, അതായത് നമുക്ക് ടഫ് കോമ്പറ്റീഷൻ ഭയങ്കര കുറവായിരിക്കും. ഈ ആപ്ലിക്കേഷനിൽ ഈ സംഭവം ആരും കളിക്കാറില്ല, അതാണ് മെയിൻ പ്രത്യേകത. ഇതിലും അതുപോലെ തന്നെ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇതിലാരാ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആ പ്ലെയറിനെ നമ്മൾ ചൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് 0 റുപ്പീസിനൊക്കെ പ്രാക്ടീസ് കോൺടെസ്റ്റ് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സൂര്യകുമാറുമായിട്ട് മുന്നോട്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായി തീർന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ കളിച്ച് ട്രൈ ചെയ്ത് നോക്കുക, പ്രോഫിറ്റബിൾ ആവും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിലൊന്നും TDS GST ഒന്നുമില്ല, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈ മാസ്റ്റർ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലെന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓർ നോ ബെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ മാച്ചിന് മുമ്പ് എന്നിട്ട് ചോദിക്കുമോ, എസ് എന്നാണെങ്കിൽ 6 രൂപ കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എസ് നിങ്ങളൊരു 100 ക്വാണ്ടിറ്റി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളതിന് ഏകദേശം 650 രൂപ ചിലവാകും. നിങ്ങൾക്ക് കിട്ടിയ 450 രൂപ കിട്ടും.
ഓക്കെ, മുംബൈ വിൻ ചെയ്ത. അതുപോലെ തന്നെ ആ പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ 6 രൂപ എന്നുള്ളത് കളി തുടങ്ങി കുറച്ച് ഇതാവുന്ന സമയത്ത് 6 രൂപ 8 രൂപയാവും. അപ്പോൾ നിങ്ങൾക്ക് വിൽക്കാം. സ്റ്റോക്ക് മേടിച്ച് വിൽക്കുന്ന പോലെ തന്നെ നല്ല ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മൈ മാസ്റ്റർ ലെവലിൽ. സോ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. 200 രൂപ സ്പോട്ടിൽ ബോണസും കിട്ടും. അതുപോലെ 1 lakh rupees ഫ്രീ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനുകളിൽ കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഫോക്കസ് 11 ആയാലും മൈ മാസ്റ്റർ 11 ആയാലും എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ലിങ്കിൽ തന്നെ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ലിങ്ക് വഴി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ H2 സ്റ്റാറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് LST പ്ലെയേഴ്സിൻ്റെ എഗെയിൻസ്റ്റ് നമ്മുടെ പഞ്ചാബും ആയിട്ടുള്ള എഗെയിൻസ്റ്റ് പ്ലെയേഴ്സും ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ മാർക്കോണ്. മാർക്കത്തെ പറ്റി പറയുന്ന സമയത്ത് സ്റ്റാറ്റ്സ് ഈ ഒരു പിച്ചിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, പക്ഷേ റൺസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 99 റൺസാണ് എടുത്തിട്ടുള്ളത്. പെർ മാച്ച് 25 റൺസുള്ള അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് മിച്ചൽ മാർഷാണ്. അദ്ദേഹമാണെങ്കിലും ഈ ഒരു പിച്ചിൽ കളിച്ച് റൺസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചാബിന് എഗെയിൻസ്റ്റ് ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 118 റൺസും അതുപോലെ തന്നെ 2 വിക്കറ്റ്സും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്കോളസ് പൂർണ്ണാണെങ്കിലും 14 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. 217 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. 20 റൺസ് ഇപ്പോൾ ആവറേജ് സ്കോറായിട്ട് നമുക്ക് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സുമായിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 127 റൺസാണ്. പെർ മാച്ച് 24 റൺസോളം ആവറേജ് സ്കോറായിട്ട് വരും. അടുത്തായിട്ട് ഋഷഭ് പന്താണ്. 1 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 41 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 13 ഇന്നിങ്സ് കളിച്ച് 198 റൺസാണ്. 16 റൺസ് ആവറേജ് സ്കോർ ആയിട്ടുള്ളൂ. അത് തന്നെ ആയുഷ് പദോനിയാണ് അടുത്തായിട്ട്. ഈ ഒരു പിച്ചിൽ ഏകദേശം 11 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് 216 റൺസിൻ്റെ ആവറേജ് സ്കോർ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 60 റൺസാണ് എടുത്തിട്ടുള്ളത്. പെർ മാച്ച് 15 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 6 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 4 മത്സരം കളിച്ച് 38 റൺസ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അബ്ദുൽ സമാദ് ആണെങ്കിലും ഈ ഒരു പിച്ചിൽ ഒരു മത്സരം കളിച്ച് 21 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 52 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ ആണെങ്കിൽ അദ്ദേഹമാണെങ്കിലും ഈ ഒരു എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 12 ഇന്നിങ്സ് ഏറ്റുമുട്ടി 19 വിക്കറ്റ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവേശ് ഖാൻ ആണെങ്കിലും 9 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 8 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 3 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. രവി ബിഷ്ണോയ് ആണെങ്കിലും 13 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 15 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 5 വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. പ്രിൻസ് യാദവിന് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ദിഗ്വേഷ് രാത്തി ഇതുവരെ പ്ലേ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് കാര്യമായിട്ട് റെക്കോർഡ്സ് ഇല്ല. ലാസ്റ്റ് കളിച്ച റീസെൻറ്റ് മത്സരങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിക്കറ്റ് ടേക്കിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ആര്യൻ പുള്ളിക്കാരൻ ഇതുവരെ കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ഇന്നിങ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൺസാണ്, 47 റൺസ്. സിമ്രാൻ സിംഗ് ആണെങ്കിലും ഈ ഒരു എഗെയിൻസ്റ്റ് LST ആയിട്ട് 3 മത്സരം കളിച്ച് 32 റൺസ് മാത്രമേ എടുത്തുള്ളൂ. ശ്രേയസ് അയ്യർ ആണെങ്കിൽ 4 ഇന്നിങ്സ് കളിച്ചിട്ട് 117 റൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് LST ആയിട്ട്. അതുപോലെ തന്നെ സ്റ്റോണിസ് ആണെങ്കിൽ 14 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 336 റൺസും അതുപോലെ തന്നെ 5 വിക്കറ്റ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒമ്രാസി വലിയ റെക്കോർഡ്സും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ ആണെങ്കിലും എഗെയിൻസ്റ്റ് LST ആയിട്ട് 5 മത്സരം കളിച്ചിട്ട് അദ്ദേഹം 4 വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ശശാങ്ക് സിംഗ് ആണെങ്കിലും വലിയ റെക്കോർഡ്സ് ഇല്ല. അതുപോലെ തന്നെ സുയനാഷ് ഷെഡ്ജി അറിയത്തില്ല കേട്ടോ, സത്യമായിട്ട് അറിയത്തില്ല. ഒരു ഓൾറൗണ്ടറാണ് തോന്നുന്നു. കാരണം വിക്കറ്റ് ടേക്കിംഗ് ഉണ്ട്, റൺസ് സ്കോറിംഗ് ഉണ്ട്. വിക്കറ്റ് ഓൾറൗണ്ടറാണ് കേട്ടോ പുള്ളിക്കാരൻ. അതുപോലെ തന്നെ മാർക്കോ ജെയിൻസനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റായിട്ട് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 4 ഇന്നിങ്സ് കളിച്ച് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചഹാൽ ആണെങ്കിൽ 5 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 6 വിക്കറ്റ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. വിജയ് കുമാർ വൈശാഖ് വലിയ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും പുള്ളിക്കാരനില്ല. സോ നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ മാച്ച് ഒന്ന് എടുക്കാം. ലക്നൗ വേഴ്സസ് പഞ്ചാബ്. സോ നമുക്കിവിടെ മൈ ടീംസിലോട്ട് പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ടീം ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ എടുക്കുന്നത് നിക്കോളസ് പൂർണ്ണ, ഋഷഭ് പന്ത്, 2 പേരെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ആയാലും മിച്ചൽ മാർഷ് ആയാലും നല്ല റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കം സ്റ്റോണിസ്, അതുപോലെ തന്നെ താക്കൂർ, അർഷദീപ് സിംഗ്. പിന്നെ അതുപോലെ പറഞ്ഞ സ്പിന്നേഴ്സിന് ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. രവി ബിഷ്ണോയിനെയും നമുക്ക് പഞ്ചാബിൽ നിന്ന് ചഹാലിനെ എടുക്കാം. 2 പ്ലെയേഴ്സിനെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെയിൻസനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ടീം നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് കൂടെ നമുക്കിവിടെ കൊടുക്കാനായിട്ടുണ്ട്. ക്യാപ്റ്റൻസി എല്ലാവരും നമ്മുടെ നിക്കോളസ് പൂർണ്ണയാണ് കൊടുത്തിരിക്കുന്നത്.
കാരണം നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മത്സരങ്ങളിലെ 2 എണ്ണത്തിലും. സോ അദ്ദേഹത്തിന് നമുക്ക് വൈസ് ക്യാപ്റ്റൻസി കൊടുക്കാൻ കുറച്ച് റിസ്ക് ആണ്. അതുപോലെ ക്യാപ്റ്റൻസി നമുക്ക് വേണമെങ്കിൽ ജെയിൻസനെയോ അല്ലെങ്കിൽ അർഷദീപിനെയോ കൊടുക്കാം. കാരണം അർഷദീപിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു വിക്കറ്റ് ടേക്കിംഗ് നാളത്തെ മത്സരത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടീം ഒന്ന് നോക്കാം. ഋഷഭ് പന്ത്, നിക്കോളസ് പൂറൻ, ദെൻ അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, അതുപോലെ ശ്രേയസ് അയ്യർ, സ്റ്റോണിസ്, അതുപോലെ തന്നെ മാർക്കോ ജെയിൻസൺ, അതുപോലെ തന്നെ ചഹാൽ, താക്കൂർ, അർഷദീപ് സിംഗ്, രവി ബിഷ്ണോയ്, ഇത്രയും പേരുള്ളത്. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടും. അതുപോലെ തന്നെ ഫ്രീ ഗീവ് ഒക്കെ വേണമെങ്കിൽ ₹0 ജോയിൻ ചെയ്യാൻ പോവാം. ഞാൻ നമ്മുടെ കുബേരയിലോട്ട് വന്നാൽ മതി. നല്ല രീതിയിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. GST TDS കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഷുവറായിട്ട് പറ്റും. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ചോദിക്കാവുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.